എളിയ മയൻകുട്ടി, ഇന്നലെ ഒരു പൊടി ഉറങ്ങിയില്ലടേ. നമ്മുടെ നാട്ടുകാര് കൃഷിക്കാര് ഇതിനെ നീലച്ചടയൻ എന്നൊക്കെ വിളിക്കും. എൻ്റെ ദേഹത്ത് മൊത്തം ചോര തേറ്റു. അപ്പം ഡോക്ടർമാരെ പ്രത്യേകം പറഞ്ഞു. അപ്പം നമുക്ക് ഡ്രസ്സ് പോലും ഇല്ല, ഇടാൻ നല്ല ഡ്രസ്സ് പോലും ഇല്ല. കൂട്ടുകാരൻ്റെ ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. മൂളി ശോഭേ, എന്തുവാണ് സോമ? പ്രിയമുള്ള എൻ്റെ കൂട്ടുകാര്, പ്രിയ കലാസ്നേഹികളെ, പ്രോഗ്രാം ആരംഭിക്കുകയായി. ഹലോ, ഞാൻ സുജിത്ത്. വെൽക്കം ടു SG ജേർണി വ്ളോഗ്സ്. SG ടോക്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളെ അതിഥി എന്ന് പറഞ്ഞാൽ ഒരു മിമിക്രി കലാകാരനാണ്. കേരളത്തിൽ അത്യാവശ്യം നന്നായിട്ട് സ്റ്റേജ് പ്രോഗ്രാംസും TV ഷോസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിമിക്രി കലാകാരൻ്റെ ലൈഫ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മിമിക്രി കോമ്പറ്റീഷനായിട്ട് വരുന്നു കലേഷ്. നല്ല വോയിസ് നല്ലതായിരുന്നു. നെൽസന്റെ കറക്റ്റായിരുന്നു. ശങ്കരാചാര്യൻ്റെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡയലോഗാണ്. അതും സിനിമയിലെ തന്നെ ഒരു പോർഷൻ എടുത്ത് ശങ്കരാചാര്യൻ ഡയലോഗ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കലേഷ് ഇവിടെ ചെയ്തു എന്നുള്ളത്. ബ്യൂട്ടീഷ്യൻ ആണ്, പക്ഷേ ചെയ്യുന്നതിൽ നല്ല ബ്യൂട്ടി ഉണ്ട്. എന്ത് ചെയ്യുമ്പോഴും വൃത്തിയായിട്ട്. ശങ്കരാടി ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോണിന്റെ ഒരു സാധനമുണ്ട്. പലരും ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആ ഏജിന്റെ സാധനം കിട്ടി എന്നുള്ളതാണ്. അത് വീണ്ടും കൊണ്ടുവന്നതിന് ആപ്രീഷിയേറ്റ് ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ്. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇവിടെ കുവൈറ്റിൽ ബ്യൂട്ടീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കേരളത്തിൽ അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാംസും TV ഷോസൊക്കെ ചെയ്തിരുന്ന ആൾ എന്തുകൊണ്ട് കുവൈറ്റിൽ വന്ന് ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാം, തോണ്ടിയെടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരി, നമുക്ക് വീട്ടിലോട്ട് പോവാം. വരും. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എൻ്റെ കിനാവാണ് ഇന്നിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. നമസ്കാരം. കാറ്റേ. എന്തുണ്ട്? നമസ്കാരം. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഒരു കലാകാരൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. നമ്മള് നാട്ടില് ചെറിയ മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിമിക്രി മാത്രമല്ല, ഇപ്പോൾ പാട്ടും ഉണ്ടെന്ന് നോക്കണം. പാട്ടുമുണ്ട്. പാട്ടും പാടും, മിമിക്രി ഉണ്ട്, കരോക്കെ, അങ്ങനെയുള്ള ആങ്കറിങ് ഉണ്ട് ചെയ്യും. അതുപോലെ ഫിഗർ, വൺ മാൻ ഷോ എല്ലാം ചെയ്യും. പേര്? എൻ്റെ പേര് കലേഷ് എന്നാ. കലേഷ്. ഞാൻ പത്തനാപുരം. വെൽക്കം ടു SG ടോക്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് കുറച്ച് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ. പുറത്ത് മൊത്തം എനിക്ക് തരുമോ? എടുത്തോ. ഓക്കെ. ഓക്കെ. അപ്പൊ ചേട്ടാ, നാട്ടിലെവിടെയാ? നാട്ടിൽ എൻ്റെ സ്ഥലം പത്തനാപുരത്തിനടുത്ത് പുതുവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പത്തനംതിട്ട ജില്ലയാണ്, ബോർഡറാണ്. അവിടെയാണ്. എനിക്ക് നാട്ടിൽ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. സലൂണാണ്? സലൂണ്. സ്റ്റൈലിഷ് ജെൻസ് ബ്യൂട്ടി പാർലർ എന്ന് പറയും. അതിൻ്റെ ഇടയിൽ കൂടെ അതുകൂടെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നു. ഇടയിൽ കൂടെ എല്ലാം കൂടെ പോട്ടെ. അപ്പം ഞാൻ സ്കൂൾ കാലഘട്ടത്തിലെ മിമിക്രിയും പാട്ടും എല്ലാം കൊണ്ടുവരുന്ന വ്യക്തിയാണ്. അങ്ങനായി നമ്മളൊരു 10-16 വർഷക്കാലം പ്രൊഫഷണൽ മിമിക്രി രംഗത്തുണ്ടായിരുന്നു. നിരവധി ട്രൂപ്പുകളുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനിപ്പം കളിച്ചിരുന്ന സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെഞ്ച്വറി എന്ന് പറയുന്ന സമിതിയാണ്. അതിലൊരു 8 വർഷത്തോളം ഞാൻ ആ സമിതിയിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി കൊറോണ വന്നപ്പോഴത്തേക്കിന് പ്രോഗ്രാമുകൾ ഇല്ലാതായി. ആർട്ടിസ്റ്റുകൾക്ക് പ്രോഗ്രാം ഇല്ലാതായി. ഒരു നിയമം വന്ന് 10 മണി വരെ പ്രോഗ്രാം പാടുള്ളൂ എന്ന്. അമ്പലപ്പറമ്പിൽ, ഉത്സവപ്പറമ്പിലുള്ള രാത്രി 10 മണി വരെ പാടുള്ളൂ. അപ്പോൾ പാവപ്പെട്ട ഒത്തിരി കലാകാരന്മാർ പെട്ടുപോയി. ഇപ്പോഴും അത് ആലപ്പുഴ ജില്ലകളിൽ നിലവിൽ ഉണ്ട്. അപ്പം ഒത്തിരി പേര് പെട്ടുപോയതുകൊണ്ട് കുറച്ച് പേരൊക്കെ സാധാരണ ജോലികളിലൊക്കെ ഇറങ്ങി. ഞാൻ വീണ്ടും മുടിവെട്ട് മേഖലയിലേക്ക് വീണ്ടും സജീവമായി. ബ്യൂട്ടി പാർലർ, ബ്യൂട്ടീഷ്യൻ ജോലിയിലേക്ക് സജീവമായി. അങ്ങനെ ഒരു സമയത്താണ് കുവൈറ്റിലോട്ട് വരാൻ അവസരം കിട്ടി. എൻ്റെ കൂട്ടുകാരൻ വിളിക്കുന്നു, വരാമെന്ന് പറഞ്ഞ്. അപ്പം അവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുക. എനിക്ക് ഒത്തിരി നമ്മുടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ മൊത്തം നമ്മുടെ കൂട്ടുകാരാണ്. അങ്ങനെ ഇവിടെയും പ്രോഗ്രാം ചെയ്ത്, ഇവിടെ സാൽമയിൽ, അതുപോലെ മംഗഫ്, അബ്ബാസിയ പ്രോഗ്രാം ചെയ്ത്. ഇവിടെയും നമുക്കൊരു സമിതിയുണ്ട്, കുവൈറ്റ് കലാസദൻ, അങ്ങനെ ഒരു സമിതിയുണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്താനിൽ നെസ്റ്റോയുടെ മുകളിലെ കേരള സലൂൺ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിമിക്രി മാത്രമാണോ അതോ വേറെ ഈ പാട്ടും സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങനെ മിമിക്രി മാത്രമല്ല, ഞാൻ തകില് വായിക്കും, തബല വായിക്കും, അങ്ങനെ ഒരുമാതിരി തോലുപകരണങ്ങളെല്ലാം ഞാൻ വായിക്കും. സകല കല വല്ലവനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫിഗർ ഷോ ഉണ്ട്. ഫിഗർ ഷോ
നടന്മാരെ രൂപസാദൃശ്യം ചെയ്യുന്നതാണ് ഫിഗർ ഷോ. ആഹാ. അത് 1 മാൻ ഷോ ചെയ്യും. ഷാരുഖ് ഖാൻ, അർജുൻ, അങ്ങനെ പല നടന്മാരുടെ രൂപം ചെയ്യും. കൂടാതെ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. ആണോ? അതുപോലെ തന്നെ പല ചാനലുകളും പ്രോഗ്രാം ചെയ്തു. DD മലയാളം ചാനലിൽ പ്രോഗ്രാം ചെയ്തു, ഫിഗർ ചെയ്തു. അങ്ങനെ വലിയ വലിയ സിനിമ നടന്മാരുടെ കൂടെ ഷോ ചെയ്യാൻ പറ്റി. പൂജപ്പുര, തിരുവനന്തപുരം പൂജപ്പുര സ്ഥലത്ത് നമ്മുടെ മഞ്ജു വാര്യർ പങ്കെടുക്കുന്ന ഒരു ഷോയിൽ ചെയ്തു. റിമ കലിങ്ങിലൊക്കെ ഉള്ള ഒരു ഷോയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ എപ്പിസോഡൊക്കെ നല്ല വൈറലായിരുന്നു. ആൾക്കാരെല്ലാം കണ്ടു, കൂട്ടുകാരെല്ലാം നല്ല പ്രോത്സാഹനമാണ്. നടന്മാരുടെ വോയിസ് സ്റ്റാർ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് ചെയ്യും. അപ്പോൾ ചേട്ടാ ഫാമിലി ഒന്ന് പറയുമോ, ഫാമിലിയെ കുറിച്ച്? ഫാമിലി വീട്ടിൽ ഇപ്പോൾ എൻ്റെ വൈഫ്, അച്ഛൻ, ഞാൻ. എൻ്റെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. പ്രോഗ്രാമുകൾക്കെല്ലാം നല്ല സപ്പോർട്ടാണ് അവർ. ചാനലിൽ പോകാനായാലും ഈ നിരവധി ചാനലുകൾ പ്രോഗ്രാമുകൾ പോകാനായാലും അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. അച്ഛൻ അത്യാവശ്യം പാട്ട് പാടും. അമ്മയുണ്ടായിരുന്നു, അമ്മയും നല്ല പാട്ട് പാടും. അമ്മ പക്ഷേ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം. കുടുംബപരമായിട്ട് കലാകാരാണ്. ആണ്. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അമ്മ നല്ല പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ശൂരനാട് താമരക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ശൂരനാട് ഏതൊരു സിനിമയിലുണ്ടല്ലോ, ഏതോ മോഹൻലാലിന്റെ ഏതൊരു പടത്തിൽ ശൂരനാട് കുഞ്ചെന്നും പറഞ്ഞ അങ്ങനെ എന്തോ ഒരു സിനിമയിൽ? ഇല്ല, അത് ശൂരനാട് നമ്മുടെ ശൂരനാട് ഉണ്ടല്ലേ? ഓക്കെ. ഉടയോനാണെന്ന് തോന്നുന്നു. ഉടയോ? ഡബിൾ റോളിൽ പറഞ്ഞ അതിൽ ശൂരനാടൊക്കെ അല്ലേ ഇത് പറയുന്നത് അതിനകത്ത്. അതെ. ഞാൻ അങ്ങനെ അതുപോലെ തന്നെ നടന്മാരുടെ വോയിസ് സ്റ്റാറുകളൊക്കെ ചെയ്യും. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു നടനെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഒരു നടനെ നമ്മൾ 2 നടന്മാരുണ്ട്. അതിലൊരു നടനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഉത്സവം എന്ന വേദിയിൽ ചെയ്തപ്പോൾ എനിക്ക് നല്ല അഭിപ്രായം കിട്ടിയ ഒരു സാധനമാണ് നമ്മുടെ പഴയകാല നടൻ ശങ്കരാടി സാറ്. അദ്ദേഹത്തിൻ്റെ ആ ചെറിയ വലിയ മനുഷ്യൻ ചെയ്ത ഒത്തിരി പേര് നമുക്ക് വിട്ടു വിരിഞ്ഞു പോയി. നമ്മുടെ മലയാള സിനിമയിൽ മാളാരവിന്ദൻ, അതുപോലെ തന്നെ ഒടിവുണ്ണി കൃഷ്ണൻ, അങ്ങനെ ഒത്തിരി നടന്മാർ കൂട്ടത്തിലാണ് നമ്മുടെ കുതിരോട്ടം പപ്പുച്ചേട്ടൻ. അതുപോലെ തന്നെ നമ്മുടെ മഹാനടനാണ് ശങ്കരാടി സാറ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെ ഫേമസ് ആയ ഒരു സിനിമയുണ്ട്, സന്ദേശം എന്ന സിനിമ അല്ലേ? സന്ദേശം സിനിമയ്ക്കകത്തൊരു ഡയലോഗുണ്ട്. താത്വികമായിട്ടൊരു അവലോകനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയിൽ അകൽച്ചയിലാണെങ്കിലും അവർക്കിടയിൽ ഭ്രണ്ടധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഭൂർഷാദികളും തക്കം പാർത്തിരിക്കുവാൻ. അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. വർഗാധിപത്യവും കൊളോണിയലിസം ചരണികളും റാഡിക്കലായൊരു മാറ്റമല്ല. ഇപ്പം മനസ്സിലായോ? അതുപോലെ തന്നെ പിന്നെ വേറെ അഭിപ്രായം കിട്ടിയാണ് സിദ്ദിഖ്. സിദ്ദിഖ് സാറിൻ്റെ സൗണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ് 2 വേരിയേഷൻ ചെയ്തതായിരുന്നു. 2-3 വേരിയേഷൻ ചെയ്യും. പഴയ ഒരു മനസ്സിലൊക്കെ സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. അമ്മച്ചി ഇത് എന്തു ഭാവിച്ച പണ്ട് വാഗത്താനത്തിൽ നിന്നും അമ്മച്ചിയുടെ കൈ പിടിച്ചിട്ട് വന്ന കുട്ടി കാലമല്ലിത്. മക്കളും മരുമക്കളും പേരക്കിടങ്ങളൊക്കെ ആയി ഒതുങ്ങുന്ന കാലമായി. ഇനി അവൻ്റെ കൈ പിടിച്ച് കിനാശ്ശേരി അങ്ങനെ കൂടെ കറങ്ങിയാണ്ടോ പറഞ്ഞേക്കാം എന്നൊരു ഡയലോഗ്. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ഒരു പോലീസ് വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയുണ്ട് നമുക്ക് മോഹൻലാൽ സാറിൻ്റെ സിനിമയായ രാവണപ്രഭുവിനകത്ത് ആ റോഡ് സൈഡിൽ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു ജാനകി, നിന്നെ അവ കിഡ്നാപ്പ് ചെയ്തു. തമിഴ്നാട് ഏതോ റേറെ വില്ലേജ് കൊണ്ട് പാർപ്പിച്ചു മാസങ്ങളോളം. നിന്നെ അപ്പുറത്ത് ഭംഗിയായി കോംപ്രമൈസ് ചെയ്തു. ഞാനാണ് വിഡ്ഢിയായത്. നിന്റെ പ്രതാപത്തിൽ കാത്തി കിടക്കുന്ന കിഴങ്ങനല്ല ഞാൻ. IAM പോലീസ് ഓഫീസർ. ഗെറ്റ് ലോസ് ജാനകി, ഗെറ്റ് ലോസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മളെ കരയിപ്പിക്കുന്ന ഒരു നടനാണ് ഈ സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയ്ക്കകത്ത് അത് അഭിനയിക്കാൻ പോയിട്ട് വന്ന റോഡ് സൈഡിൽ പറയുന്നുണ്ട്, ഒരു കരയുന്ന സീനുണ്ട്. ഇനിയാ എൻ്റെ മോനെ ഞാനൊരു നടനാക്കും. എല്ലാവരും കൊതിക്കുന്നൊരു നടൻ, ഒരുപാട് ആരാധകരുള്ള നല്ലൊരു നായിക നടൻ. നോക്കിക്കോ, ഞാനാ പറയുന്നേ ഒരു സീനുണ്ട്. അത് അടിപൊളിയാണ് ചേട്ടാ. നമ്മൾ ഈ മിമിക്രി കലാകാരന്മാരെ അതെ സ്റ്റേജിലും TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് എന്താണ്? മിമിക്രി കലാകാരന്മാരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ എപ്പോഴും ലൈവിൽ നിൽക്കണം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചാനലുകളിലാണെങ്കിലും ലൈവിൽ നിൽക്കണം. എന്നെ സംബന്ധിച്ച് നമ്മളങ്ങനെ ലൈവിൽ നിൽക്കാൻ ഒക്കത്തില്ല. കാരണം നമുക്കൊരു ഷോപ്പുണ്ട്, നമുക്ക് പല ജോലികളുണ്ട്. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ലൈവിൽ നിൽക്കുന്ന പല ചാനലുകളിലും പല റിയാലിറ്റി ഷോകളിലും തിളങ്ങി നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ പ്രോഗ്രാമുകളുള്ളൂ. അല്ലാതെ
നിൽക്കുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഈ സൈഡ് റോളുകൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്കെല്ലാം ജീവിതങ്ങൾ ഭയങ്കര ഈ കൊറോണ വന്നതിന് ശേഷവും അല്ലാതായാലും അവർക്കെല്ലാം പ്രോഗ്രാമുകൾ കുറഞ്ഞ് അവർ നമുക്ക് അറിയാം വഴുതിങ്ങളെ കച്ചവടങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കി ഓരോ പണികൾക്ക് പോകുന്നു. ആർട്ടിസ്റ്റുകളാണ്, നല്ല ആർട്ടിസ്റ്റുകളാണ് അവരെ പ്രൊമോട്ട് ചെയ്യാൻ കയറ്റിവിടാൻ ആളുകളില്ല. ഒത്തിരി പേരുണ്ട് അങ്ങനെ. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു സംഭവം ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വൈറലായി അവനെ ചാനലിൽ കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്കറിയാവുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ഇപ്പോഴുണ്ട്. സാധാരണ വയറിങ്ങിന് പണിക്ക് പോകുന്ന, പെയിൻറ്റിങ്ങിന് പണിക്ക് പോകുന്ന നിരവധി നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അല്ല, അത് പൊതുവേ മുമ്പും അങ്ങനെ ഉള്ളതല്ലേ? നിങ്ങളുടെ സീസൺ സമയത്ത് മിമിക്രി പരിപാടിക്ക് പോകും, അല്ലാത്ത സമയത്ത് വേറെ ജോലിക്ക് പോകും, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലേ? ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ സീസൺ സമയത്ത് ജോലിക്ക് പ്രോഗ്രാമായിട്ട് പോയിട്ട് എല്ലാ സമയത്ത് ജോലിക്ക് പോകുന്ന ഒത്തിരി ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ് പോകുന്നത്. ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, സിനിമയ്ക്ക് പോകുന്ന ആർട്ടിസ്റ്റുകൾ വരെ ജോലിക്ക് പോകുന്നുണ്ട്. അവർക്ക് കാരണം സിനിമ ഇല്ലാതിരിക്കുമ്പോൾ ചാനൽ ഷോ ഇല്ലാത്ത എത്ര ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് നമ്മുടെ ഉദാഹരണം ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് പറയാം. അതുപോലെ പണ്ടത്തെ ഒരു കാലഘട്ടത്തിന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ TV ഷോസ് ഒരുപാടുള്ളതുകൊണ്ട് അത് കുറേ മിമിക്രി ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? പണ്ട് അങ്ങനെ ഒരു ഇതില്ലല്ലോ. ഇല്ല അങ്ങനെയില്ല. ഇപ്പം TV ഷോസിൽ പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അവർക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ, കാരണം നമ്മൾ ആവർത്തന വിരസത, പഴയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒത്തിരി ആവർത്തന വിരസത ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുക്കും ജനങ്ങൾ. അതെ. അപ്പോൾ പുതിയ ആർട്ടിസ്റ്റുകൾ കോമഡികൾ വരുമ്പോൾ, നല്ല നല്ല കോമഡികൾ വരുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാനലുകളിലെ ഷോകളെല്ലാം. നല്ല ഒത്തിരി പുതിയ ആളുകൾ വരുന്നുണ്ട്. അവർക്കിപ്പോൾ സിനിമയായിട്ടുണ്ട്. എല്ലാവരും രക്ഷപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാനും രക്ഷപ്പെട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും രക്ഷപ്പെടുത്തി. ഓക്കെ ചേട്ടാ, പിന്നെ ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു നടനെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്ക് ചെയ്യാമോ? ഇനിയുണ്ട്. നമുക്കിനി ചെയ്യാൻ പറ്റിയ നടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ മുകേഷ് സാറ്. അത് നമ്മളെപ്പോഴും ചെയ്യുന്നത് MLA. അത് അദ്ദേഹം എളിയ മയൻകുട്ടി, ഇന്നലെ ഒരു പൊടി ഉറങ്ങിയില്ലടേ. എളിയ ഒരു പൂച്ചക്കുട്ടി നിന്റെയാണോ? അല്ലേ ചില്ല് നെല്ല് ചെല്ല് പുല്ല്. അത് അങ്ങനെ നമ്മൾ ഓരോ ചെയ്യും. അതുപോലെ ജോയ് മാത്യു സാറുണ്ടല്ലോ, നമ്മുടെ സംവിധായകൻ. ഇംഗ്ലീഷ് അതിപ്രസരമായിട്ട് അസ്കിതയുള്ളൊരു സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംസാരമുണ്ട്. നമ്മുടെ ഇടുക്കി ഗോൾഡ് സിനിമ. ഇതൊരു ചെടിയാ, നമ്മുടെ തുളസിയെക്കൂട്ട്. ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇളം വെയിലിൽ പൊൻകതിരുകൾ ഉണ്ടാകും. നമ്മുടെ നാട്ടുകാർ, കൃഷിക്കാർ ഇതിനെ നീലച്ചടയൻ എന്നൊക്കെ വിളിക്കും. മഞ്ഞുകാലത്ത് മല കയറി വരുന്ന ഇവരെ പോലുള്ളവർ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ഇടുക്കി ഗോൾഡ്. അതൊക്കെ പഠിച്ച് കുറേ നടന്മാരെയൊക്കെ സൗണ്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ. ചടയൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് പോലെ തീർച്ചയായിട്ടും ഇത് നമ്മൾ വേറെ കുഴപ്പമുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റുകളാണെങ്കിൽ അപ്ഡേഷൻ വേണം. കാര്യം ഫ്ലവേഴ്സ് ചാനലിൽ പോയപ്പോൾ സമയത്ത് നമ്മുടെ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന മഹേഷ് കുഞ്ഞുമോൻ, സിദ്ദിഖ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, അങ്ങനെ ഒത്തിരി പേര് നമുക്കറിയാം. നമുക്കൊന്നും ഈ പ്രാക്ടീസ് ഇല്ല. ജോലി തിരക്കായിട്ട് നമ്മൾ പോകുന്നുണ്ട്, പ്രാക്ടീസ് ഇല്ല. പക്ഷെ അവരൊക്കെ അപ്ഡേഷനായി ഇപ്പോൾ പുതിയ നടന്മാരെ മൊത്തവും ചെയ്ത് നല്ല കയ്യിലെടുത്ത് മോഹൻലാലൊക്കെ ചെയ്ത് നല്ല ഒത്തിരി നടന്മാരെ പുതിയ ആൾക്കാരെ ചെയ്യുന്നുണ്ട്. അന്ന് അവൻ ഒരാളെ ചെയ്തുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇതിന് വേണ്ടത് അപ്ഡേഷനാണ്. നമ്മളെപ്പോഴും നിരന്തരം പ്രാക്ടീസും കാര്യങ്ങളും വേണം. നമ്മുടെ ജോലി സംബന്ധമായിട്ട് പോയാലും നമുക്ക് പ്രാക്ടീസ് കുറവാണ്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ നടന്മാരുടെ ശബ്ദമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറി അല്ല പട്ടി പൂച്ച ഇതൊക്കെ ചെയ്യും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മുടിവെട്ടാൻ വരുമ്പോൾ നമ്മൾ പിടിച്ചിരുത്താൻ ഇതൊരു കൊച്ചാണെന്ന് കരുതും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ മുടിവെട്ടാൻ കാരണം ഇവരെപ്പോഴും തലയിട്ടിളക്കി ആട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെട്ടാനൊരു പാടാണ്. അപ്പം നാട്ടിലായാലും ഇവിടെ ആയാലും. അപ്പം നമ്മളതിന് ചുമ്മാ ഒരു പൊടിക്കൈ, നമ്മുടെ പൊടിക്കൈ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൊടിക്കൈ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്ന് പറയും. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് നോക്കും ഇത് എവിടെ സംഭവം എന്ന്. അപ്പോൾ ഞാൻ പറയുന്നതാണ് ഇവിടെ പട്ടിയുണ്ട്, ഇതിനെ കടിക്കും, ഞാൻ വിളിക്കണം, അവിടെ വിളിക്കണ്ട. അപ്പം നമ്മൾ വിട്ടും വീണ്ടും എന്ന് കുറയ്ക്കും. അങ്ങനെ പട്ടിയുടെ ശബ്ദമൊക്കെ കുറയ്ക്കും. അതിൽ പട്ടികളുടെ പല വെറൈറ്റികൾ നമ്മൾ ചെയ്യും. പൂടപ്പട്ടി ഉണ്ടല്ലോ, പൂടപ്പട്ടി. അല്ലല്ല, പൂടപ്പട്ടി വേറെ ശബ്ദമാണ്. ഇത് നമ്മൾ നാടൻ പട്ടിയാണ്. പോമറേനിയൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടാണ് അനുവല. അങ്ങനെ നിരവധി സംഭവം ചെയ്യും. അതൊക്കെ മാറി, കാലഘട്ടം മാറി. പിന്നെ ഞാൻ ഫിഗറായി, നടന്മാരെ രൂപ സാദൃശ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഷാരൂഖ് ഖാൻ, അർജുൻ, വടിവേലു കുറേ നടന്മാരെ രൂപം ചെയ്ത് ചാനലിലും സ്റ്റേജ് ഷോകളിലും അങ്ങനെ നിറഞ്ഞു തന്നു. അങ്ങനെ ഒത്തിരി വർഷം ചെയ്ത് വന്നപ്പോൾ തന്നെ ഇപ്പോഴാണ് ഈ കൊറോണ സംഭവങ്ങളൊക്കെ വന്നത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇതൊക്കെ ജോലിയായിട്ട് തിരിഞ്ഞ് കുവൈറ്റായിട്ട് വന്നത്. കുവൈറ്റിൽ കാണുന്ന എൻ്റെ കൂട്ടുകാരും പ്രേക്ഷകരും നിരവധി ഞങ്ങൾക്ക് പ്രോഗ്രാം തരണം. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
എന്നിട്ട് കൈത്താനിലെ നെസ്റ്റോടെ മേളിലെ കേരള സലൂണിൽ എല്ലാവരും പറയണം. ഇടയിൽ കൂടെ ഞങ്ങള് കേരള സലൂൺ നമുക്ക് അരി വാങ്ങിക്കണം, ജീവിക്കണം. ഇനി നമുക്കൊരു പാട്ടിലോട്ട് പോയാലോ? നമുക്ക് പാട്ട് പാടാം. നമ്മൾ സ്പീഡ് പാട്ട് പാടും, സ്ലോ പാട്ട് പാടും, ഹിന്ദി, തമിഴ്, സ്ലോ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അതപ്പോ സ്പീഡിക്കോ? ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ. ആണോ? പിന്നെ തീരത്ത് ചായുന്ന നറുപ്പൂഞ്ചില്ല ഞാനൊന്നുലച്ച് പൂമാരി പെയ്യുമ്പോൾ അറിനാരാമമാകുന്ന രാവ് വെള്ളി നീലാവിൻ വെൺപട്ട് ചൂടും ആറിൽ പൂമണി മാറിൽ അല്ലികൾ കൂമ്പിയ വെള്ളാരം പൂവുകൾ ആമ്പലിലൊന്നലിഞ്ഞാടുമ്പോ മൂളിപ്പോയി പരിമളം ലാ 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 ലല്ലല്ലല്ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ. ആയില്യങ്കാവിൽ വേല കഴിഞ്ഞോ ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞോ ആറ്റിനാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേ വരാ ചെല്ലപ്പൂ ചെണ്ടൊന്ന് കൂടെ കൊണ്ട് തരാം. അങ്ങനെ സെറ്റല്ലേ? സെറ്റ്. നിങ്ങള് ഇവിടെ ഒതുങ്ങല്ലേ കേട്ടാ. പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് വരട്ടെ. ഓക്കെ, താങ്ക് യു. അത് എല്ലാവരും കാണണം, കണ്ടിട്ട് നമുക്ക് പ്രോഗ്രാം. അപ്പൊ അത് കുവൈറ്റില് ഒരുപാട് സംഘടനകളുണ്ട്. ഞാനിപ്പോൾ ഓരോ ജില്ലയ്ക്കുണ്ടല്ലേ? ട്രിവാൻഡ്രം ഉണ്ട്, ട്രിവാൻഡ്രം ടെക്സസ്, ഞാൻ ഉണ്ട് അതില്. പിന്നെ കൊച്ചി, എല്ലാ ജില്ലയ്ക്കും തോന്നുന്നു, എല്ലാ ജില്ലയ്ക്കും ഇവിടെ ഫേമസ് തൃശ്ശൂരാണെന്ന് തോന്നുന്നു. അല്ല, കൊച്ചിന്റെ ഒരു ഇതുണ്ട്, അത് കല അങ്ങനെ എന്തോ അല്ല, കൊച്ചിയുടെ ഇതുണ്ട്. ട്രിവാൻഡ്രം ടെക്സസ് അത്യാവശ്യം നല്ല ഫേമസ്. ഞാൻ കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ്, ബോർഡറിലാണ്. അപ്പോൾ 2 ജില്ലയ്ക്ക് കൂടെ ഞാൻ എനിക്ക് പോകാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് എവിടെയും പോവാം, എവിടെ വേണം പോവാം. പ്രോഗ്രാമിന് അവർക്ക് കൂടെ ജില്ലാ ബേസ്, നിങ്ങൾ ഏത് ജില്ലക്കാരെ അവരെ മാത്രം വിളിക്കണമെന്നില്ലല്ലോ. അങ്ങനെയല്ല, പ്രോഗ്രാം ഏത് ജില്ലക്കാരെ നിങ്ങളെ വിളിക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ജില്ലക്കാർ, അസോസിയേഷൻകാർ നമുക്ക് പ്രോഗ്രാം തരണം. എല്ലാ പ്രോഗ്രാം 1 man ഷോ ഉണ്ട്, ഗെയിം ഷോ ഉണ്ട്. നമ്മുടെ ഗെയിം ഷോ പറ്റും. ഈ ഗെയിം ഷോ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ മിങ്കിൾ ചെയ്ത് ചെയ്യുന്നതാണ്. ഓഡിയൻസിനെ വിളിച്ച് ഓഡിയൻസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമോ? പറയണം, ക്യാമറ നോക്കി പറയണം. വിക്രമിന്റെ വൃക്ക സ്പീഡ് 5 വട്ടം പറഞ്ഞേ, അങ്ങോട്ട് നോക്കിട്ട്. വിക്രമിന്റെ വിക്രമിന്റെ പറ്റത്തില്ല. വിക്രമിന്റെ വിക്രമിന്റെ വൃക്ക സ്പീഡ് 5 വട്ടം പറ. ചേട്ടാ ആദ്യം പറ. ഞാൻ പറഞ്ഞില്ലയോ വിക്രമിന്റെ വൃക്ക, വിക്രമിന്റെ വൃക്ക, വിക്രമിന്റെ വൃക്ക. ഞാൻ സ്പീഡിൽ പറയാം, 100 വട്ടം പറയാം. പറഞ്ഞോ? ഇല്ല വിട്ടോ. ഓക്കെ, ഇതാണ് ഗെയിം ഷോ. ഇതാണ് നമ്മുടെ ഗെയിം ഷോ. നമ്മൾ ഓഡിയൻസിനെ വിളിച്ച് സ്റ്റേജിനകത്ത് കയറ്റിയിട്ട് നമ്മൾ അവരെ ചോദ്യം ചോദിക്കും. എന്നിട്ട് അവരോട് പറയിക്കും ഇതുപോലെ. സംഭവം അറിയോ, ഇങ്ങനെ ട്രെയിൻഡ് ആണ്. നമ്മളാ സ്റ്റേജിൽ വിളിച്ചിട്ട് ആക്കി വിടുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സമ്മാനം ഉണ്ടവർക്ക് കൊടുക്കും, അവരെ കൊണ്ട് പാട്ട് പാടിക്കും, അവരെ കൊണ്ട് നമ്മൾ ഈ നാക്കുളുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ അത് ഒരു പ്രോഗ്രാം. പിന്നെ 1 man ഷോ ഫിഗർ ചെയ്യും, നിന്നുകൊണ്ട് തന്നെ 5-6 ഫിഗർ ചെയ്യും. അതുപോലെ സ്റ്റാർ ചെയ്യും, പാട്ട് പാടും, ആങ്കറും ചെയ്യും. നമ്മുടെ സമിതിയിൽ പണ്ട് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാനായിരുന്നു, തിരുവനന്തപുരം സെഞ്ചുറി എന്ന സമിതിയിൽ. സിനിമയിലോട്ട് ട്രൈ ചെയ്തിട്ടില്ല? സിനിമയിലൊക്കെ ട്രൈ ചെയ്ത് പോകാൻ നമുക്ക് പറ്റും. നമ്മളത് തന്നെ മേഖല എടുത്ത് പോകണം. അതായത് നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദം അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം സിനിമ ഷൂട്ടിങ്ങിനോ TV ചാനൽ ഷൂട്ടിങ്ങിനോ 10-15 ദിവസം നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ മാറി നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ വീട്ടിലെ കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ, ആണായിട്ടുള്ളത്. അപ്പം ആ പ്രാരാബ്ദങ്ങൾ നമുക്കൊത്തിരി ഉണ്ട്. അമ്മയ്ക്ക് വയ്യായിരുന്ന കിഡ്നി പേഷ്യൻ്റ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു പ്രാരാബ്ദങ്ങൾ ഉള്ള ഒരാളിന് കലാകാരനായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമാണോ? ഒത്തിരി ഉണ്ട്. കാര്യം അന്നന്ന് ജീവിക്കുന്ന ആളുകൾ, നമ്മൾ അന്നന്ന് കൊണ്ടുവന്ന് വൈകിട്ട് നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, നമ്മൾ വേറെ സ്ഥലത്ത് പോയി 2 ദിവസം 3 ദിവസം മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഒത്തിരി അവതാളത്തിലാകും. ഈ സാധാരണ കിടയിൽ കിടക്കുന്ന ഒത്തിരി കുറഞ്ഞ് താഴ്ന്നു കിടക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഉണ്ടത്. അതുകൊണ്ടാണ് അവരാരും പൊങ്ങി വരാതെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി തന്നെ ജീവിച്ചു പോകുന്നത്. ഒരു ബാക്ക് സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ നല്ല രീതിയിൽ കയറി പോകാൻ. ഒരു പക്ഷേ ഇന്ന് ക്ലിക്കായി നിൽക്കുന്ന വലിയ താരങ്ങളെക്കാളും മുമ്പിലോട്ട് പോകാൻ പറ്റണ കഴിവുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങൾ കിട്ടുന്നില്ല. അവസരങ്ങൾ മാത്രം അല്ല, അവർക്ക് ഈ ഡെയിലി കാശ് വേണം. ഡെയിലി നമുക്ക് വീട്ടിലേക്ക് ചിലവിനുള്ള പാല്, പത്രം, കറണ്ട് ചാർജ്, അതുപോലെ തന്നെ ആഹാരം. അങ്ങനെ വീട്ടിൽ രോഗികളാണ്, അച്ഛൻ അമ്മ ചിലപ്പോൾ രോഗികളാണ്, അവരെയൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ല, നമുക്ക് വീട്ടിൽ വരുമാന മാർഗം വേണം.
എൻ്റെ വീടിനടുത്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, സനോജ് ചേട്ടൻ. സനോജ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ്. സനോജ് നമ്മുടെ കൂട്ടുകാരാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ശ്രീകാര്യം ഞങ്ങളെ കരിയാണ്. സനോജ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ ഇടയ്ക്ക് വിളിക്കും. അത്യാവശ്യം നല്ല ഒരു ആർട്ടിസ്റ്റ്. അപ്പം ഒത്തിരി സ്റ്റാർ ചെയ്യും. പിന്നെ നല്ല ആർട്ടിസ്റ്റാണ്. കോമഡി ഉത്സവം ഒത്തിരി എപ്പോഴെങ്കിലും സനോജ് ചേട്ടൻ തൂക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സനോജ് ഒരു അനൗൺസ്മെന്റിലോട്ട് പോയാലോ? അനൗൺസ്മെന്റ് ചെയ്യാം. നമ്മുടെ ചാനലിന് വേണ്ടി നമ്മുടെ ഒരു ഉത്സവപ്പറമ്പിൽ ചെന്നിരിക്കുമ്പോഴുള്ള അനൗൺസ്മെന്റ് ഉണ്ട്. ചാനലിന്റെ പേര് ST ജേണി വ്ളോഗ്സ്, മറക്കണ്ട. അപ്പോൾ നമ്മൾ നമ്മളൊരു സമിതി എന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമിതിക്ക് വേണ്ടി ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുന്ന രീതിയാണ്: പ്രിയ കലാസ്നേഹികളെ, പ്രോഗ്രാം ആരംഭിക്കുകയായി. അതിനു മുമ്പ് ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വൈദ്യുത ദീപ വിധാനങ്ങളും അടച്ചു തന്ന് ബന്ധപ്പെട്ടവർ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം സെഞ്ചുറിക്ക് ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്കും വിശിഷ്യാൽ അവരുടെ കുടുംബങ്ങൾക്കുമുള്ള നന്ദി കടപ്പാടും സെഞ്ചുറി ആദ്യമേ അറിയിച്ചുകൊള്ളുന്നു. കണ്ണിന് വിരുന്നും കാതിന് കുളിർമയും നൽകി നമ്മളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കുന്ന ലക്ഷ്മി സൗണ്ട്സും അതിലെ അതിവിദഗ്ധരായ ടെക്നീഷ്യന്മാർക്കുമുള്ള നന്ദി കടപ്പാടും ആദ്യമേ തന്നെ സെഞ്ചുറി അറിയിച്ചുകൊള്ളുന്നു. മകനീയ സാന്നിധ്യം കൊണ്ട് ഈ പ്രോഗ്രാം കാണുവാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എത്തിയ നല്ലവരായ ഈ നാട്ടിലെ എല്ലാ കലാ ആസ്വാദകർക്കും തിരുവനന്തപുരം സെഞ്ചുറിയുടെ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങും നമ്മളെ പ്രോഗ്രാം. അതൊക്കെ പോട്ടി. ലക്ഷ്മി ആയിരുന്നു ആദ്യം പറ. ലക്ഷ്മി സൗണ്ടാ. ഒരു സൗണ്ട് വരെ പറഞ്ഞാ പെട്ടെന്ന്. ചേച്ചി വീഡിയോ കണ്ടെങ്കിൽ നോക്കിക്കോ. ലക്ഷ്മി നമ്മുടെ പത്തനാപുരത്തെ സൗണ്ടാ, ഫേമസ് സൗണ്ടാ. അതാ പെട്ടെന്ന് അത് ഓർമ്മ വന്നേ. അത് നമുക്ക് കിടക്കുമല്ലേ, സൗണ്ട് ഇഷ്ടംപോലെ കിടക്കുമല്ലേ. അതെ, നമ്മളിതൊക്കെ ഒരുപാട് കണ്ടതല്ലേട്ടാ. ഈ ഒരു മേഖലയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു അടുത്ത സുഹൃത്താരാണ്? എൻ്റെ അടുത്ത സുഹൃത്ത് ഞാൻ ഇന്നലെ വരെ അതായത് വിളിച്ചതേ ഉള്ളൂ. എൻ്റെ എല്ലാവർക്കും അറിയാം. കാര്യം മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാവർക്കും അറിയാവുന്നൊരു സുഹൃത്താണ് ദീപു നാവായിക്കുളം എന്ന് പറയും. തിരുവനന്തപുരംകാരനാണ് ദീപു നാവായിക്കുളം. അദ്ദേഹം ഞാനും ഒരുമിച്ചാണ് ആ ഒരു കാലഘട്ടത്തിലാണ് മിമിക്രിക്ക് ചേരുന്നത്. ഒരു തിരുവനന്തപുരം കലാഭവൻ എന്ന് പറയുന്ന സമിതിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. കുറച്ച് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് വിസ വന്നു. ഞാൻ ആദ്യം തിരുവനന്തപുരത്തുണ്ട് കലാഭവൻ. ഉണ്ട് തിരുവനന്തപുരം കലാഭവൻ. ശശാങ്കൻ സമിതി. ശശാങ്കൻ മറ്റേ ട്രൂപ്പ് അല്ല, അതല്ല നമ്മുടെ ശശാങ്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്മുടെ സമിതി ഉണ്ടായിരുന്നു. ആദ്യം കളിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ദീപുവിനെ കാണുന്നത്. അങ്ങനെ ദീപു, പ്രജിത്ത് കൈലാസം, ഇപ്പോൾ റാങ്ക് കോൾ ചെയ്യുന്ന ഒരാളുണ്ട് പ്രജിത്ത് കൈലാസം. അങ്ങനെ ഒത്തിരി കൂട്ടുകാരുണ്ട്. രാജേഷ് കൊട്ടാരത്തിൽ അങ്ങനെ ഒത്തിരി കൂട്ടുകാരന്മാർ ഇപ്പം ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ദീപു നാവായിക്കുളം ഇപ്പോൾ റിലീസായ പുതിയ പടത്തിൽ വരെ അഭിനയിച്ചിട്ടിരിക്കുകയാണ്. ദസറ സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിലുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യും. എൻ്റെ അടുത്ത കൂട്ടുകാരാണ് ദീപു നാവായിക്കുളം. ദീപു നാവായിക്കുളം ചേട്ടാ, നമുക്കൊന്ന് കാണണം. ചേട്ടാ, എല്ലാവർക്കും ലൈഫിൽ ഓരോ ഡ്രീമുകളുണ്ട്. ഓക്കെ, ഉണ്ട്. എന്താണ് ചേട്ടൻ്റെ ഡ്രീം? എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, നമുക്ക് ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് അതുപോലെ തന്നെ മലയാള സിനിമയിൽ അഭിനയിക്കണോ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. മമ്മൂട്ടി മോഹൻലാലാകണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. എനിക്ക് ജയറാമാവണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനൊന്നും ആഗ്രഹമില്ല. നമുക്ക് നിരവധി സ്റ്റേജ് ചെയ്യണം. അങ്ങനെ പ്രേക്ഷകർ നമ്മളെ അറിയണം, മനസ്സിലാകണം ഇന്ന ആളാണല്ലോ. അതായത് നമുക്ക് കുവൈറ്റിലായാലും തിരിച്ച് നാട്ടിൽ പോകുമ്പോഴായാലും പ്രോഗ്രാമുകൾ ചെയ്യണം. ഒത്തിരി ഏജൻസികളും കൂട്ടുകാരും നമുക്കറിയാവുന്ന അമ്പലക്കാരും എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിരവധി സ്റ്റേജ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചെറിയ പ്രാരാബ്ധം കൊണ്ടാണ് നമ്മൾ കയറി വന്നത്. അതെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് മാറും, എല്ലാം മാറി വരും. ഇതെല്ലാം വിട്ട് ഈ ഒരു സലൂണിന്റെ ഫീൽഡ് വിട്ട് ഫുൾ ടൈം കലാരംഗത്തോട്ട് നിൽക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയില്ല, ഇതാണ് അല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലോട്ട് ഫുൾ ഫോക്കസ് ചെയ്താൽ മാത്രമല്ലേ അതിലോട്ട് കയറി പോകാൻ പറ്റൂ. അങ്ങനെ ഒരു അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാഞ്ഞത്. അങ്ങനെ നിൽക്കാൻ താല്പര്യം ഉണ്ടോ? നിൽക്കാൻ താല്പര്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മാസം ഡെയിലി പ്രോഗ്രാം വേണം. അല്ലെങ്കിൽ നമുക്ക് ചാനൽ ഒരു സീരിയലാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമുകൾ ഡെയിലി വേണം. നമുക്ക് അന്നം തന്നതാണ് ഈ ജോലി നമുക്ക് അന്നം തന്നതാണ്. അപ്പം നമുക്ക് ഈ ജോലി ഒരിക്കലും കളഞ്ഞിട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ പ്രോഗ്രാമുകൾ കിട്ടിയാൽ പോകും. ഇവിടെ കുവൈറ്റിൽ ആൾക്കാർ വിളിച്ചാൽ ഒരു സ്റ്റേജ് ഷോയ്ക്കൊക്കെ വിളിച്ചാൽ പോകാനുള്ള ടൈമൊക്കെ ഓക്കെയാണോ? അത് കുഴപ്പമില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വൈകിട്ടാണല്ലോ പ്രോഗ്രാം കൂടുതലും. അപ്പം നമുക്ക് വൈകിട്ട് ഇവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നമ്മളെ ആർട്ടിസ്റ്റുകൾ വിളിക്കാൻ വരും, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കാൻ വരും. നമ്മളെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടാക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രോഗ്രാമേ ഉള്ളല്ലോ. അപ്പം ബർത്ത്ഡേ ഫംഗ്ഷന് ഒക്കെ ഉള്ളത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവർ വിളിക്കും. എന്നെ ഇപ്പോൾ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്തു. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം വിളിക്കും. അപ്പം ഇപ്പോൾ എനിക്ക് ഒരു പ്രോഗ്രാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെ. പിന്നെ നമുക്ക് സീസണാണ് വരുന്നത്, ഓണ സീസണാണ് വരുന്നത്. ഓണ സീസൺ ആകുമ്പോൾ നമ്മൾ മങ്കഫ്, അതുപോലെ തന്നെ ഈ പറയുന്ന മലയാളികളുടെ തട്ടകമായ
അബ്ബാസിയൊക്കെ പ്രോഗ്രാം ഇഷ്ടം പോലെ ഉണ്ട്. മലയാളി അസോസിയേഷൻ ദൈവം ഏതോ കണ്ടിട്ട് നമ്മളെ വിളിക്കണം. 100% ഗ്യാരണ്ടിയാണ് എല്ലാ പ്രോഗ്രാം ചെയ്ത് നമുക്ക്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്രൂപ്പുണ്ട്, കലാസദൻ. കുവൈറ്റ് കലാസദൻ മംഗഫാണ് അവരുടെ കേന്ദ്രം. അപ്പോൾ അവിടെ പ്രോഗ്രാമുണ്ട്, നാടകമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ മെഗാ ഷോ ഉണ്ട്, ട്രാക്ക് ഗാനമേളയുണ്ട്, തകില് വായിക്കാൻ പോകുന്നുണ്ട് ഞാൻ, നാടൻ പാട്ടിന് തകില് വായിക്കാൻ പോകും. ഓക്കെ, നമ്മളിനി നിങ്ങളുടെ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ തോണ്ടിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഒരു കാര്യം എന്താണ്? ഏതാ, കലാഫീൽഡ് ഒന്നും അല്ലാതാ ലൈഫിൽ അത് കല ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫായിരിക്കാം. അല്ല, കലാഫീൽഡ് വിഷമം തോന്നി നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തുള്ള വിഷമമുണ്ട്, അല്ലാതെ ജീവിതത്തിലെ വിഷമങ്ങളും ഒത്തിരി ഉണ്ട്. അതിലേതെങ്കിലും നല്ല ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു കാര്യം? ഭയങ്കര വിഷമം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാനൊക്കാത്ത അമ്മയുടെ ഒരു കാര്യമാണ്. അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളെ വിട്ടു പുനലൂർ ഹോസ്പിറ്റലിൽ ഒന്ന് ഡയാലിസിസ് ചെയ്ത് അവർ ചെയ്ത് ശരിയായില്ല. അവർ ചെയ്തത് ഇവിടുത്തെ ടിപ്പ് ഇളകിപ്പോയി തിരിച്ചവിടെ ചെന്നപ്പോൾ അവർ എടുക്കുന്നില്ല. ബ്ലഡ് ചീറ്റുക, കോഴിയെ കണ്ടിക്കുന്നത് പോലെ ചീറ്റുക. അവർ പറഞ്ഞ് നമുക്ക് ഒക്കത്തില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. അന്ന് ക്രിസ്മസ് ദിവസമാണ്, ഡിസംബർ 25. എങ്ങും ആംബുലൻസ് ഇല്ല. എൻ്റെ കാറിനകത്ത് ഞാനും എൻ്റെ പെങ്ങളും ആളെയും കൊണ്ടുപോവാണ്. എൻ്റെ ദേഹത്ത് മൊത്തം ചോര തേറ്റു. അപ്പം ഡോക്ടർമാരെ പ്രത്യേകം പറഞ്ഞ് ചോര ദേഹത്ത് പറ്റരുത്, അമ്മയ്ക്ക് മഞ്ഞപ്പിത്തമുണ്ട്, പകരുമെന്ന് പറഞ്ഞ്. ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ്, കിഡ്നി പേഷ്യൻ്റാണ്. എൻ്റെ കൂടെ എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ബ്ലഡ് ചീറ്റുക, എനിക്ക് കാർ ഓടിക്കണം, അമ്മയെ പിടിക്കണം, എല്ലാം ചെയ്യണം. നിലമേൽ വരെ ഞാൻ എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. വണ്ടി ഓടിച്ച് ഞാൻ ആ സർവ്വദൈവത്തെയും വിളിച്ച്, എന്നിട്ട് എനിക്ക് ഓടിക്കാൻ വയ്യ, എനിക്ക് വിറയ്ക്കുക, എനിക്ക് ഓടിക്കാൻ. കാരണം എൻ്റെ ബ്ലഡ് താപ്പോട്ട് പോകുക, എൻ്റെ താഴെ മൊത്തവും ബ്ലഡ് കെട്ടി കിടക്കുക, ഈ ഡയാലിസിസ് ചെയ്ത ബ്ലഡ് മൊത്തം പോവുക, ഇത് ചീറ്റ് പോയത് വഴി. ആ ഭയങ്കര അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ആംബുലൻസിനെ അവിടെ നിന്ന് എൻ്റെ ആളിനെ കൊണ്ട് വിളിപ്പിച്ച് 101 വിളിക്കാൻ പറഞ്ഞ് 108 വിളിച്ചപ്പോഴത്തേക്കിന് അവർ ആംബുലൻസുകാർ വന്ന് അവിടെ കിടന്ന് അങ്ങനെ അവർ കൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. അന്നേ ദിവസം അമ്മ മരിച്ചുപോയി. അന്ന് മരിച്ചില്ല, വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നെ മരിക്കുന്നത്. എങ്കിൽ തന്നെയും അന്ന് ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ച്. അതോ കയ്യിൽ പൈസയില്ല, ഞാൻ സാധാരണ കൊണ്ടുവന്ന, അങ്ങനെ പെട്ടുപോയി, ഒത്തിരി പെട്ടുപോയി. പണമാണ് ജീവിതത്തിലെ ഏറ്റവും പവർഫുൾ അല്ലേ? പണം ഇല്ലാത്തത് കൊണ്ട് ആണ് നമ്മൾ കയറി വന്നത്. നിരവധി നമ്മുടെ നാട്ടിൽ പൈസ നമുക്ക് ഡെയിലി മുടി വെട്ടുന്ന പൈസ കിട്ടുമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ല. എല്ലാവർക്കും മൈക്രോ ഫിനാൻസ് ലോണ് ചിട്ടിയടവാണല്ലോ. നമുക്കും അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഒത്തിരി പെട്ടുപോയി, അങ്ങനെ കയറി വന്നതാണ് രക്ഷപ്പെടാൻ വേണ്ടി. ഓക്കെ, പിന്നെ സങ്കടം മാറ്റിക്കോ. ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു കാര്യം ലൈഫിൽ? സന്തോഷം കിട്ടിയ പല കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ അതൊക്കെ കിട്ടിയത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് മിമിക്രി സ്കൂളിൽ ഫസ്റ്റ് കിട്ടി. നേരെ ജില്ലയിൽ മത്സരിക്കാൻ ചെന്നപ്പം കോന്നിയിൽ എലിയറക്കൽ സ്കൂളിലാണ് മത്സരിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ അന്ന് ഞാൻ രാത്രി നൈറ്റിട്ട് ജോലി ചെയ്തിട്ട് പോവുക. നൈറ്റ് ഒരു വീട്ടിൽ കട്ട ഇടിച്ചിളക്കിയിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഡ്രസ്സ് പോലും ഇല്ല, ഇടാൻ നല്ല ഡ്രസ്സ് പോലും ഇല്ല. കൂട്ടുകാരൻ്റെ ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ടീച്ചർമാർ പൈസ തന്നു വണ്ടിക്കൂലി. അവിടെ ചെന്നപ്പോൾ കാണാം 56 പേര് മത്സരിക്കാനുണ്ട്. 56 പേര് മത്സരിക്കാനുണ്ട്. ഈ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോരുത്തർ വന്ന് നമ്മളവിടെ മാറിയിരിക്കുമ്പം എന്നോടൊന്ന് ചോദിക്കും, മണ്ടിപ്പെണ്ണേ ശരിയാകുന്നുണ്ടോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളാ കൊള്ളാം നസീർ സാർ. ആ പുള്ളി അപ്പം അവരൊക്കെ ഒന്ന് ഓരോ മിമിക്രി കാണിക്കുന്നു നമ്മുടെ അടുത്ത്. മൂളി ശോഭേ സൂപ്പറാന്ന്. ഞാൻ പറഞ്ഞ അടിപൊളി സൂപ്പറാ, ഇതൊക്കെ അടിപൊളിയായിട്ടില്ലേ, അത് ചെയ്ത് കാണിക്കും. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ കൊള്ളാം നല്ലതെന്ന് പറയുന്നുണ്ട്. എങ്കിൽ തന്നെ ഇങ്ങിരുന്ന് മത്സരം തുടങ്ങി. എൻ്റെ നമ്പർ 6 എന്ന് പറഞ്ഞ നമ്പറാണ്, അത് നറുക്കെടുക്കുന്നതാണ്. കോട്ട് നമ്പർ 6 വിളിച്ചു, സ്റ്റേജിലോട് വിളിച്ചു. ഞാൻ മിമിക്രി കാണിച്ചു. അന്ന് കുറേ വെറൈറ്റികളാണ് കാണിച്ചത്. ഇംഗ്ലീഷ് സിനിമയും എല്ലാം കാണിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വെളിയിറങ്ങി നിൽക്കുവാണ്. അപ്പോൾ റിസൾട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കേൾക്കണ്ട, നമുക്കിപ്പോൾ എനിക്ക് പേടിയാ എന്ന് പറയുമ്പോൾ നീ നിൽക്കാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചുകൊണ്ട്, അത് പത്രത്തിൽ ഇപ്പോഴും ഫോട്ടോയുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്, പത്രമുണ്ട്. കേരള കൗമുദി പത്രത്തിനകത്ത് ഒരു കൊച്ച്, ഞാനൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊച്ചിൻ്റെ ഭാവ വ്യത്യാസങ്ങൾ പറഞ്ഞൊരു 10-15 ഫോട്ടോ. ആ പെണ്ണ് തന്നെ ഇങ്ങനെ നിൽക്കുന്നതും ചെവി പൊത്തുന്നതും സംഭവങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ എന്ന് കല്യാണം കഴിക്കുന്നു എൻ്റെ വൈഫിനെ കാണിക്കാനാണ് പറഞ്ഞ് ഞാനത് വെച്ചിട്ടുണ്ട്. അതിപ്പോഴും എൻ്റെ വീട്ടിലിരിപ്പുണ്ട് പത്രം. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാനിത് ഷമീർ എന്ന് പറയും, അവൻ്റെ പേര് ഷമീർ എന്നാണ്. ആവർത്തന വിരസതയായിരുന്നു മിമിക്രി. ജഡ്ജസ് പറയാണ് ആവർത്തന വിരസതയാണ്. അന്നേരം കൊള്ളായിരുന്നു. കുറച്ച് പേരൊക്കെ നല്ല മിമിക്രി ഐറ്റങ്ങൾ കാണിച്ചു. എങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിമിക്രിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. കോട്ട് നമ്പർ 6 എന്ന് പറഞ്ഞതും ഞാൻ പെട്ട്
എന്നെ പൊക്കിയെടുത്ത് മറ്റവൻ എല്ലാവരും കൂടെ ഭയങ്കര. അപ്പോൾ ആൾക്കാർ തിരിഞ്ഞു നോക്കി, ഞാൻ എന്നെ പൊക്കിയെടുത്ത് കറക്കുക. എൻ്റെ കയ്യിൽ തലേദിവസം പണി ചെയ്ത പൈസയുണ്ട്, പൊക്കിയെടുത്ത് കറക്കി വാടാ ചിലവ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷം. മിമിക്രിക്ക് എന്ന് പറഞ്ഞാൽ 56 പേര് മത്സരിച്ചതിനകത്ത് ഫസ്റ്റ് കിട്ടുന്ന കുഞ്ഞുകളിയല്ല. പിന്നെ അമ്മമാർക്കെല്ലാം കാപ്പി വാങ്ങിച്ചു കൊടുത്ത് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞാൻ പോകുന്നത് മത്സരിക്കാൻ സ്റ്റേറ്റിലാണ് പോകുന്നത്. സ്റ്റേറ്റ് മണക്കാടായിരുന്നു, മണക്കാട്, ട്രിവാൻഡ്രം മണക്കാട് സ്കൂളിൽ. തലേദിവസം പോയി അവിടെ പോയൊരു ഭീമപ്പള്ളി കിടന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ മത്സരിച്ച്. അവിടെ 100 പുറത്ത് ആൾക്കാർ മത്സരിച്ച്. അതിനകത്ത് തേർഡ് എ ഗ്രേഡ് കിട്ടി. തേർഡ് എ ഗ്രേഡ്, 3ാം സ്ഥാനവും എ ഗ്രേഡും കിട്ടി എനിക്ക്. അത്രയും പേര് മത്സരിച്ചതിനകത്ത്. അപ്പോഴേ ജനങ്ങളും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ പറയണം ഇവൻ രക്ഷപ്പെടും, മിമിക്രി ചെയ്യുന്ന സ്റ്റാർ ആവും. ഇത്രയും പേരൊക്കെ മത്സരിച്ച് ജയിച്ച് വന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദവും. അതിനിടയ്ക്ക് എനിക്ക് ഗൾഫിൽ പോയി, ഞാൻ അബുദാബിയിലായിരുന്നു. അവിടെ ഞാൻ വേറെ ജോലി വെൽഡറായിരുന്നു. അങ്ങനെ ഞാൻ പല ജോലിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയി കുറച്ചാണ് ഓട്ടോ ഓടിച്ച് നാട്ടിൽ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്, കൂട്ടുകാരുണ്ട്, നല്ല പ്രൊമോട്ട് ചെയ്യും. എൻ്റെ കോമഡി ഉത്സവത്തിൻ്റെ പോസ്റ്ററൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ചായിരുന്നു, കൂട്ടുകാരെല്ലാം വെച്ചായിരുന്നു. എല്ലാവർക്കും അങ്ങനെ നല്ല കാര്യമാണ്. എല്ലാം ഓൾറൗണ്ടർ ആയതുകൊണ്ട് മിമിക്രി ചെയ്യും, പാട്ട് പാടും, എല്ലാം ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യമാണ്. ഇനി നമുക്ക് ആരെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റും? ഇപ്പൊ ഇടയ്ക്ക് നസീർ സാറിനെയൊക്കെ ഇനി നമ്മുടെ എൻ്റെ എല്ലാവർക്കും അറിയാം, നമ്മുടെ റിലേഷൻ കൂടിയായ നമ്മുടെ നെൽസൺ സൂര്യനാട്. അദ്ദേഹം ഈ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് സീസൺ 1 VIP. അപ്പോൾ അദ്ദേഹം കുടിയൻ റോളുകൾ ചെയ്യും. അപ്പം കുടിയൻ റോളുകൾ ചെയ്യുമ്പോഴുള്ള ആ ശബ്ദ വ്യത്യാസം, എന്തുവാണ് സോമ, നമ്മളെങ്ങനെ പോകണം ഇവിടുന്ന്, ഈ കുവൈറ്റിൽ നിന്ന് മൊത്തം യുദ്ധമാണല്ലോടാ, യുദ്ധം എടാ ശരിയാണോടാ? ശരി ആയിക്കോട്ടെ, ഇച്ചിരി പരാതിയില്ല. നിനക്ക് നീല ടാർപ്പയും പനി ചുമന്ന് കസരി, നീ ചത്ര നിന്നെ കൊന്നു ഞാൻ. ഓക്കെ വിളിച്ചു. അടുത്ത് അങ്ങനെ ഇപ്പൊ നമ്മള് ഇടയ്ക്ക് നേരത്തെ കാണിച്ചില്ലേ നസീർ സാറോ? നസീർ അത് പണ്ടത്തെ മിമിക്രി അല്ലേ, അത് ഇട്ടോ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാണിച്ചോ? പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ, നീ മുടി വെട്ടാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ താടി വെട്ടുണ്ടെന്ന്. ആ താടിയും വെട്ടി ആ മുടിയും വെട്ടിയപ്പോൾ എനിക്ക് 2 കേടി തരണം. നിൻ്റെ കയ്യിലുണ്ടോ തരാൻ? അതൊക്കെ ചുമ്മാ അന്നേരം പറയുന്നതാണ്. അതുപോലെ KP ഉമ്മർ സാറ് മോളി ശോഭേ, ഞാനൊരു വികാര ജീവിയാണ്. എന്നോട് സഹകരിച്ചാൽ എനിക്ക് സുഖം, നിനക്ക് സുഖം. എന്നോട് സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് മാത്രം സുഖം. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങളെ ഷോപ്പിന്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ പറഞ്ഞോ. നമ്മളെ കൂട്ടുകാരും ഇവിടെ കെയ്ത്താനിലുള്ള കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് മുടി വെട്ടുക, ഇദ്ദേഹത്തെ കാണുക, മുടിയും വെട്ടാം, പാട്ടും കേൾക്കാം, മിമിക്രി ആസ്വദിക്കാം, എല്ലാം കൂടെ ഒറ്റ കൊടക്കീഴിൽ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ഷോപ്പ് കുവൈറ്റിലെ കൈത്താൻ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിൽ കേരള സലൂൺ. നിങ്ങൾ 100% പറയണം. നമുക്കിവിടെ നിരവധി സംഭവങ്ങളാണുള്ളത്. ഫേഷ്യൽ എല്ലാം നാട്ടിൽ പോകുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നല്ല അടിപൊളി റേറ്റ് കുറഞ്ഞതും കൂടിയതും കുറഞ്ഞതും എല്ലാ ഫേഷ്യലുണ്ട്. മുടി വെട്ടാം, നമുക്ക് ഇച്ചിരി നേരം കാര്യം പറയാം, സന്തോഷിക്കാം, തമാശ പറയാം, പാട്ട് കേൾക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. നിരവധി സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും കൂടി ഇനി ഓണമാണ് വരാൻ പോകുന്നത്. ഇപ്പം നിരവധി പ്രോഗ്രാമുകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തരണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്താണ്, തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് പറഞ്ഞല്ലേ? SG ജേണി വ്ലോഗ്സ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും, ഇദ്ദേഹം വരുന്നതായിരിക്കും. ബാക്കി പറഞ്ഞോ, താങ്കൾ കൂടെ വന്നോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി. അങ്ങോട്ട് കൈ കാണിച്ചതേ, നന്ദി. അതുപോലെ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സാദിഖലി. ഇത്രയും നേരം ഞങ്ങളെ സഹിച്ചതിന് നന്ദി. കുറെ നേരം കൊണ്ട് ഇതിനകത്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ശരി, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.